സോറി മിസ്സേ. ഇറ്റ്സ് ഓക്കെ. ആ എന്താ എന്താ ഇവിടെ? മാഷി മാഷി വിജയ് തവളനെ മേലേക്ക് ഇടുക. അത് സാരല്ല, വാ കേറിയിരിക്കും. നിങ്ങളിങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് ബഹളം വെക്കല്ല. അത് പോട്ടെ, ഇതാണ് നിങ്ങളുടെ പുതിയ കെമിസ്ട്രി ടീച്ചർ. ശരി. ആരാ ക്ലാസ് ലീഡർ? ഇനിയാ അല്ലേ? ഇരിക്കൂ ഇരിക്കൂ. ആരാ ക്ലാസ്സിലെ ഫസ്റ്റ്? ആരാ രോഹിത്ത്? എന്തേ ആദ്യം എണീക്കാതിരുന്നത്? ഇരിക്കൂ ഇരിക്കൂ. മിസ്സിന്റെ പേര് സുഭാഷിണി എന്നല്ലേ? അതെ. ഇനീഷ്യൽ എന്താ? സർട്ടിഫിക്കറ്റിലൊക്കെ ഫുള്ള് എഴുതണ്ടല്ലേ? സുഭാഷിണി. ഓ ആ സുഭാഷിണി. സാറ് കുറെ നേരമായാലോ ഇരുന്ന് സംസാരിക്കുന്നു. ഒന്ന് എണീറ്റേ. എന്താണാവോ പേര്? വിജയ് നാരായണൻ. മിസ്സേ ദേ ഫോൺ. ഒരു മിനിറ്റേ. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കി. ആദ്യത്തെ മിസ് ഏതുവരെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്? എന്താണ് തന്മാത്രകൾ? വിജയ് പറയൂ. മിസ്, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി തന്നിട്ട് മതി ഇങ്ങോട്ട് ചോദ്യം. മനസ്സിലായോ? എൻ്റെ പേരൊക്കെ എങ്ങനെയോ അറിഞ്ഞു വെച്ചിരിക്കുന്നു. അതിൽ കാല് വയ്യാത്തവനില്ലേ, ആ വിജയ്, അവൻ. അതൊന്നുമല്ല തമാശ. ഞാൻ അവനോടൊരു ചോദ്യം ചോദിച്ചു, അതിനവന് ഉത്തരമില്ല. പകരം അവൻ എന്നോടൊരു ചോദ്യം. ഞാൻ സമ്മതിക്കുവോ? അതുതന്നെയാ അവന്റെ പ്രശ്നം. പഠിപ്പിക്കുന്ന വിഷയത്തിൽ നിന്ന് ചോദിച്ച ഒന്നും അവനറിയില്ല. പകരം അവന്റെ കയ്യിലുണ്ടാവും കുറെ മണ്ടൻ ചോദ്യങ്ങൾ, പാഠപുസ്തകത്തിലും സിലബസിലും ഇല്ലാത്തത്. അതിനൊക്കെ മറുപടി പറയാൻ നമുക്ക് എവിടെയാ സമയം? ഞങ്ങൾ അങ്ങ് ഒഴിഞ്ഞു മാറും. ആ, ടീച്ചർക്ക് ഈ വഴി നേരെ പോയ ഹോസ്റ്റലിലേക്ക് എളുപ്പം എത്താം. ഷോർട്ടാ, നേരെ പോയാ മതി. ശരി, എന്നാ പിന്നെ നാളെ കാണാം. ശരി. ആ പിന്നെ ഞങ്ങളാരും ക്ലാസ്സിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. സോറി മിസ്സേ. ഓ, ഇറ്റ്സ് ഓക്കെ.
ഹോ, നീയായിരുന്നോ? എൻ്റെ പാതി ജീവൻ പോയി. നിന്റെ വീട്ടിലേക്ക് ഈ വഴിയാണോ പോവാ? ആ. ടീച്ചർ മേരി മാത ഹോസ്റ്റലിലാണോ താമസം? അതെ. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, പൊന്നു, ചിന്നു, പിന്നെ ഞാനും. ഞാനാ മൂത്തത്. ഞാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ. അതെന്താ? അതൊരു കഥയാ. കഥയോ? ഞാൻ അമ്മേന്റെ വയറ്റിലുള്ളപ്പോ സംഭവിച്ചതാ. ഉം. സന്ധ്യക്ക് കാവിന് തിരിവെക്കാൻ പോയപ്പോ പോയപ്പോ കാക്രി പൂക്രിനാണ്ട് പേടിച്ചതാ. ആരെ കണ്ടുന്നാ പറഞ്ഞത്? കാക്രി പൂക്രിനെ. അയ്യോ, സമയം വല്ലാതെയായി. ഞാൻ പോട്ടെ. ആ ആ. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കൂടെ തീരുമാനം പോലെ ഇരിക്കും കാര്യങ്ങൾ. ടീച്ചർ പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മുടെ ഒരു കാൽക്കുലേഷൻ പ്രകാരം അടുത്ത വർഷം 100% വിജയത്തിന് വേണ്ടിയുള്ള നമ്മുടെ തീവ്ര പരിശീലനം അത് പൂർണ്ണ വിജയമായിരിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. സ്കൂളിനെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചും ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. പഠന നിലവാരം വെച്ച് നമുക്കത് ഉറപ്പാണ്. അതിന്റെ ക്രെഡിറ്റ് എന്തായാലും മിസ്സിനാണ്. പക്ഷേ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതിന് നിങ്ങൾ ഉത്തരമൊന്നും പറഞ്ഞില്ല. മിസ് സൂചിപ്പിച്ചതുപോലെ ശരാശരിക്ക് താഴെയുള്ളവർക്ക് വിജയഭേരിയും അതിലും രക്ഷയില്ലാത്തവർക്ക് പ്രത്യേക കോച്ചിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യാനില്ലാതെ ബാക്കി നിൽക്കുന്നത് ആ വിജയാണ്. അവൻ രക്ഷപ്പെടണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണം. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവന്റെ കാര്യത്തിലൊരു തീരുമാനം വേണമെന്ന്. ടീച്ചറെ, അവൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്കും ഉണ്ടൊരു പങ്ക്. ഇത്തരക്കാർ അടങ്ങി ഒതുങ്ങി പഠിച്ച് മാത്രം ജീവിക്കണമെന്ന നമ്മുടെ മുൻധാരണ കൊണ്ടാണ് ആദ്യം കണ്ടപ്പോൾ തന്നെ എല്ലാവരും അവനോട് സഹതാപം കാണിച്ചത്. പക്ഷേ കയ്യിലിരിപ്പ് വികൃതിയാണെന്ന് കണ്ടപ്പോൾ സഹതാപം പിന്നെ ദേഷ്യമായി. അവൻ്റെ ചോദ്യങ്ങൾ കേൾക്കാൻ പോലും ആരും മനസ്സ് കാണിച്ചില്ല. ഒപ്പം മറ്റുള്ളവരുടെ പരിഹാസവും പോരെ. നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമില്ല മാഷേ. എന്തേലും പോം വഴി നോക്കാം. എന്താ മാഷേ? വിജയ് അവിടെ ആദർശനായിട്ട് ഭയങ്കര അടി നടക്കും. ഇവിട്ടവാ നിന്നെ ഞാൻ ശരിയാക്കി തരാം. എന്താന്ന് ചെയ്യണത്? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്താ വിജയ് ഇത്? അവനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഇതിനാണോ നീ സ്കൂളോട്ട് വരുന്നത്? എന്താ പ്രശ്നം? മിസ്സേ ഈ വിജയ് പച്ചക്കൊതിനെ പിടിച്ച അവന്റെ കുപ്പായത്തിന് കിട്ടും. സ്റ്റാഫ് റൂമിലോട്ട് പോവാ. പ്രിൻസിപ്പാളെ കണ്ടിട്ട് നീ ക്ലാസ്സിലോട്ട് കയറിയാ മതി. എത്ര തവണയായത്? നീ വാ. നേരെ നടക്കാൻ പോലും പറ്റി. വാ വാ, കയറി വാ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ചിത്രങ്ങളൊക്കെ ഇഷ്ടമായോ? ചീറിച്ചിണു പക്ഷേ. നോക്കട്ടെ. ഞാൻ വാട്ടർ കളറിൽ വരച്ചത് വീട്ടിലാ. പോസ്റ്റർ കളറിലും വരച്ചിട്ടുണ്ട്. ഇത് ക്രയോൺസ് കൊണ്ട് വരച്ചതാ. ഇത് 10B പെൻസിലുണ്ടും. ഇനി ഓയിൽ കളറിൽ ചെയ്യാൻ പഠിക്കണം. നീ രാവിലത്തെ സ്പെഷ്യൽ ക്ലാസ്സിന് പോവാറില്ലേ? പോയി. എന്നിട്ടോ? ഈ ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും മാത്സും ഒന്നും എൻ്റെ തലേ കയറൂല. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ വേണ്ട. ശരി, സമ്മതിച്ചു. പക്ഷെ ആരാ പറഞ്ഞത് തലേ കയറൂലെന്ന്? നിനക്കതിൽ താല്പര്യമുണ്ട്. നീ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളിലൊക്കെ ഈ വിഷയങ്ങളാണ് നീ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതറിയോ? നീ പഠിച്ചാലും ഇല്ലെങ്കിലും നീ ഉപയോഗിച്ച ആ പെയിന്റില്ലേ, അതിൻ്റെ നിർമ്മിതി കെമിസ്ട്രിയാ. പിന്നെ നീലയും മഞ്ഞയും ചേർന്ന പച്ച കിട്ടും, അത് ഫിസിക്സ്. ചിത്രത്തിലെ വലിപ്പ വ്യത്യാസം മാത്സും. താല്പര്യമില്ലാതെ തന്നെ നീ ഇതെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പം മാഷേ എന്തിനാ ഇത് വെവ്വേറെ വിഷയങ്ങളാക്കിയത്?
എല്ലാ വിഷയങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പഠിക്കാനുള്ള എളുപ്പത്തിന് ഓരോ വിഷയങ്ങളാക്കി മാറ്റിയത്. നീ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക്, നിനക്ക് പറ്റും. ശരി സർ. ഹായ്, എന്താ രസം. വിജയ് ക്ലാസ്സിലൊക്കെ ഭയങ്കര പ്രശ്നം. അതാ അവൻ. ഡാ വിജയ്, നീ സഹീറിനെ എന്താ ചെയ്തത്? പോയോ? ഷഹീറിനെ ക്രച്ചസ് കൊണ്ട് നാഭിക്ക് കുത്തി മിസ്സേ. ഓൻ ചോര ഛർദ്ദിച്ചപ്പോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്ത് പറഞ്ഞാലും തലയും താഴ്ത്തി നിന്നോളും. കുരുത്തം കെട്ടവൻ. നിന്നെ ഇവിടെയല്ല വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടാക്കണം. എന്നാലേ പഠിക്കൂ. ഞങ്ങൾ ക്ഷമിക്കുന്നതിന് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? എടുത്തു നിന്റെ പെട്ടി മണ്ട കിട്ടും. വെറുതെയല്ല ദൈവം നിന്നെ ഇങ്ങനെ ആക്കിയത്. സാറിനൊന്നും പറയാനില്ലേ? നിന്റെ ഈ പ്രായത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയതിനൊന്നും കയ്യും കണക്കൂല. പിന്നല്ലേ നീ വാടാ. സാറിനെ കാണാനാണോ? അതെ. വന്നോളൂ. മോനോട് നിന്നോട്ടോ. സാർ, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ആ, വരാൻ പറയൂ. ആ, ആ, ഇരിക്കൂ. താങ്ക് യു സർ. വിളിപ്പിച്ചത് എന്തിനാണെന്നറിയാലോ. അറിയാം സാർ. ഇനി നിങ്ങൾ തന്നെ പറയും.